ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ബ്ലീച്ചിംഗ് പൗഡർ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരെ വെള്ളപൂശി അന്വേഷണ റിപ്പോർട്ട്. ടെൻഡറുകളിൽ ക്രമക്കേടില്ലെന്ന ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ മന്ത്രി കടുത്ത അതൃപ്തിയിലാണ്. റിപ്പോർട്ട് തള്ളിയ മന്ത്രി ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കും എന്നറിയുന്നു. KMSCL 7.32 കോടിക്ക് ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. MG പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG പ്രതീഷ്, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തെ ബ്ലീച്ചിംഗ് ക്രമക്കേടിൽ UDF സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ക്ലീൻ ചിറ്റ് കൊടുത്തു. അതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് അല്ലേ പ്രതീഷ്? അരുൺകുമാർ, തീർച്ചയായും കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് KMSCL വഴി 7.32 കോടി രൂപയ്ക്ക് ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയത്. ഈ ഇടപാടിൽ വലിയ ക്രമക്കേട് ഉണ്ട് എന്നതാണ് പ്രാഥമികമായി പുതിയ സർക്കാർ വന്നതിന് ശേഷം കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരോഗ്യമന്ത്രി K മുരളീധരൻ അന്വേഷണത്തിന് ഉത്തരവിടുകയും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫിനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ക്രമക്കേട് ഒന്നും തന്നെ ഇല്ല, ഉദ്യോഗസ്ഥർക്ക് വീഴ്ചകൾ പറ്റിയിട്ടില്ല എന്നതാണ് പ്രധാനമായും റിപ്പോർട്ടായി നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ വെള്ള പൂശിക്കൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ ആരോഗ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് മടക്കി അയക്കാനാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ തീരുമാനം. മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ കൂടി ആരോഗ്യവകുപ്പിൽ തയ്യാറെടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 7.32 കോടി രൂപയ്ക്ക് ഈ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് മുന്നോടിയായാണ് വലിയ അളവിൽ ഈ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയത്. ഒരു കമ്പനി മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത്. സാധാരണഗതിയിൽ അത്തരത്തിൽ മറ്റ് കമ്പനികൾ പങ്കെടുത്തില്ല എങ്കിൽ വീണ്ടും ടെൻഡർ വിളിക്കണമെന്നായിരുന്നു ചട്ടം. പക്ഷേ അത്തരത്തിൽ ടെൻഡർ വിളിക്കാതെ പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അതിനകത്തൊരു വിമർശനമുള്ളത്, ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പാടുണ്ടോ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഇടപാടല്ലേ? അപ്പോൾ എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അതിനകത്ത് അതൃപ്തിയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.